നോക്കൂ സഹോദരങ്ങളെ, മാത്രമല്ല സുബ്ഹാനല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് നമ്മൾ പറഞ്ഞതുപോലെ ഹിജ്റയുടെ വേളയിൽ എന്ത് ചെയ്യാണ്, ധാരാളം സംഭവങ്ങളുണ്ട്, അതൊന്നും സമയമില്ല നമുക്ക്. എന്താണ്, ഒരു സ്ഥലത്ത് അവർ, നമുക്കറിയാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ ഈ കാലത്ത് പോകുകയാണെങ്കിൽ എത്ര മണിക്കൂറാണ് ചൊല്ലുന്നത്, അല്ലേ 6 മണിക്കൂർ അല്ലേ, 6 മണിക്കൂറോളമാണ്. ആ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് പോകുന്നത്, ഒട്ടകപ്പുറത്ത് ഏറിയിട്ടാണ് പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒട്ടകത്തിന് വാങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാം. അങ്ങനെ പോകുമ്പോൾ അവർക്കെന്താണ്, ദാഹമുണ്ട്, അതുപോലെ തന്നെ വിശപ്പുണ്ട്, ദിവസങ്ങൾ യാത്രയുള്ള അല്ലെങ്കിൽ ദിവസങ്ങൾ ദൂരമുള്ള യാത്രയാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാക്ഷീണത്തിൽ എന്ത് ചെയ്യാണ്, മയങ്ങുകയാണ്. അവിടെ മയങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പോള കണ്ണടച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെപ്പോലെ പച്ചക്കരളുള്ള മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് എന്ത് ചെയ്യാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, 100ഓളം ഒട്ടകങ്ങളും മറ്റും. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ട് മദീനയിലേക്ക് പോവുകയാണ്, അവനെ വധിച്ചു കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പോള കണ്ണടച്ചിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിൽക്കുകയാണ്. ഒരാളിങ്ങനെ പോകുമ്പോൾ അവരുടെ അടുക്കൽ എന്തുണ്ട്, പാലുണ്ടായിരുന്നു. ആ പാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാങ്ങുകയും അതിൽ നിന്ന് ഒരു തുള്ളി പോലും ആരും കുടിച്ചിട്ടില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉണരുന്നത് വരെ അതും പിടിച്ച് കാത്തു നിന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ച് നോക്ക്, നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒപ്പം എന്ത് ചെയ്യാണ്, യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് കുടിച്ചില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എഴുന്നേറ്റ് കുടിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ശരിബഹു അല്ലെങ്കിൽ ശരിബ ഹത്താ റളീതു, എനിക്ക് തൃപ്തിയാകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അഥവാ റസൂലിന് തൃപ്തിയാകുന്നത് വരെ എന്നല്ല, എനിക്ക് തൃപ്തിയാകുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചു എന്നാണ്. ഇതാണ് സഹാബിമാർ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ചില സഹാബിമാരെ വധിക്കാൻ വേണ്ടി അവരുടെ കരങ്ങളിൽ എന്തുണ്ട്, കത്തികളുണ്ട്. ശത്രുക്കൾ കത്തി ഉപയോഗിച്ച് അവരെ കെട്ടിയിട്ട്, ചില സഹാബിമാരെ കെട്ടിയിട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരോട് ചോദിക്കുകയാണ്, നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പാലിച്ചതിൻ്റെ പേരിലാണ് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അഥവാ പല പീഡനങ്ങളും പ്രയാസങ്ങളും ദീൻ പാലിച്ചതിൻ്റെ പേരിൽ ചില സഹാബിമാർ അവർ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എങ്കിൽ നിനക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവർ പറയുന്ന വാക്കെന്താണ്, ശരിയാണ്, ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ പാലിച്ചതുകൊണ്ടാണ് നമുക്ക് പ്രയാസം ഉണ്ടായതെന്നാണോ? അവർ പറഞ്ഞ വാക്കെന്താണ്, എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് ഒരു മുള്ള് തറക്കുന്നത്, ചിന്തിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് ഒരു മുള്ള് തറക്കുന്നത് പോലെ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന് മുള്ള് തറക്കുന്നത് പോലെ എനിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, അതുപോലും എനിക്ക് തറക്കണം എന്നതാണ് എൻ്റെ ചിന്ത എന്നതായിരുന്നു സഹാബിമാരുടെ ചിന്ത.